എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നടികർ, പുണ്യാളൻ, രാമചന്ദ്ര, രേഖാചിത്രം, ഹണ്ട് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വിടാമുയർച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജിത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു വിടാമുയർച്ചി. ഒരു ആക്ഷൻ മൂവിയാണിത്. 100 കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് തണ്ടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാഗചൈതന്യ, സായി പല്ലവി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇപ്പോഴിതാ തണ്ടൽ എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മാർച്ച് 7 നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജയിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ ഹിന്ദി വെർഷൻ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. മലയാളം വെർഷൻ റിലീസായിട്ടില്ല. ഇപ്പോഴിതാ മനോരമ മാക്സിൽ മലയാളം വെർഷൻ വരികയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും ജയിലർ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അൻപോട് കൺമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. അർജുൻ അശോകൻ അനഘയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് അൻപോട് കൺമണി. ഇപ്പോഴിതാ മനോരമ മാക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയാണ് അൻപോട് കൺമണിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു പെരുമാനി. നല്ലൊരു കോമഡി മൂവിയാണ് പെരുമാനി. വിനയ് ഫോർട്ട്, ലുക്മാൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ത്രയം. ധ്യാൻ ശ്രീനിവാസൻ എന്ന സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ സൈനാപ്പിളെ ത്രയം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 2 വീക്കിൽ ത്രയം എന്ന സിനിമ സൈനാപ്ലയിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കുടുംബസ്ഥൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഗുഡ് നൈറ്റ് സിനിമയിലെ നായകനാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മാർച്ച് 7 C5ലാണ് കുടുംബസ്ഥൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ്, ഭാവന, അനൂപ് മേനോൻ തുടങ്ങി ഒരുപാട് പേര് നടികർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. സിനിമ ഇറങ്ങി ഒരുപാട് വർഷമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 3 വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് പുണ്യാളന് ലഭിച്ചത്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ സിനിമയാണ് പുണ്യാളൻ. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് അവസാന വീക്കോടെ പുണ്യാളൻ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര, ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് രാമചന്ദ്ര. സിനിമ ഇറങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളി, മമിത ബൈജുവാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. കോമഡി മൂവിയാണ് രാമചന്ദ്ര. ഇപ്പോഴൊടുവിൽ ആമസോൺ പ്രൈം രാമചന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 3 വീക്കിൽ രാമചന്ദ്ര സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം 4th വീക്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഇതൊരു ത്രില്ലർ സിനിമയാണ്. പക്ഷേ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ലൊരു കയ്യടി ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും OTTയിൽ വന്നിട്ടില്ല. ഒരു കോളേജിലെ സംഭവമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം ഹൊററും സിനിമയിലുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 3 വീക്കോടെ ഹണ്ട് സിനിമ സർപ്രൈസായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാകും. അവസാനത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി അനശ്വരയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്. രേഖാചിത്രം ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻ
സിനിമ നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ സോണി ലീവിൽ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 7-നാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. മാർച്ച് 6 5 മണിക്ക് തന്നെ സോണി ലീവിൽ സിനിമ എത്തിയേക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.